എവിടെ മുത്തോണേലേ നമ്മൾ ഒരു വീഡിയോ വന്നേക്കാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം 2020 ഓഗസ്റ്റിൽ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരുന്നു, ഒരു വിമാനാപകടം ഉണ്ടായിരുന്നല്ലോ നമുക്ക്. എന്തായാലും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല വാർത്തയിൽ നമ്മൾ കണ്ടു കാണും. ഇന്ത്യയിൽ തന്നെ 1-2 എയർപോർട്ട് മാത്രമേ ടേബിൾ ടോപ്പ് എയർപോർട്ടുള്ളൂ. ഒന്ന് മിസോറാമിലോ മണിപ്പൂരിലോ എവിടെയാണ്, ഒന്ന് നമ്മൾ കോഴിക്കോട്. എന്നാൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച, ലോകത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കുറച്ച് എയർപോർട്ടുകളെയാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുകയും അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വോയേജ്. നമ്മൾ ആദ്യം വരുന്നത് നേപ്പാളിലുള്ള ടെൻസിൻ ഹിലാരി എയർപോർട്ടാണ്. ടെൻസിൻ ഹിലാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എവറസ്റ്റ് കയറിയ ആദ്യത്തെ 2 പേരാണ് ടെൻസിനും ഹിലാരിയും. അവരുടെ ഓർമ്മ കൊണ്ടുണ്ടാക്കിയ ഒരു എയർപോർട്ടാണ് ഈ ടെൻസിൻ ഹിലാരി എയർപോർട്ട് എന്ന് പറയുന്നത്. ലുക്ല എയർപോർട്ട് എന്ന് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ എവറസ്റ്റിലോട്ട് പോകുമ്പോൾ എവറസ്റ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം എത്തിച്ചേരേണ്ട എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട് അല്ലെങ്കിൽ ടെൻസിൻ ഹിലാരി എയർപോർട്ട്. ആ എയർപോർട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ എവറസ്റ്റ് കയറാൻ കുതിക്കുന്നവർക്ക് ആദ്യം വന്നിറങ്ങേണ്ട എയർപോർട്ടാണ് ടെൻസിൻ ഹിലാരി എയർപോർട്ട് അഥവാ ലുക്ല എയർപോർട്ട്. 1950 ന്യൂസിലൻഡുകാരൻ എഡ്മണ്ട് ഹിലരിയും നേപ്പാളുകാരനായ ടെൻസിൻ നോർഗയും ചേർന്ന് നടത്തിയ ലോകത്തെ ആദ്യത്തെ എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ടെൻസിൻ ഹിലാരി എന്ന എയർപോർട്ട് ഇന്ന് നിലനിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 9383 അടി ഉയരം, ചുറ്റും മലകൾ, 1-2 നോക്കത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന ഹിമാലയ മലനിരകൾ. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ ഈ എയർപോർട്ടിലെത്താം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലാണ് 30 മിനിറ്റ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളെടുക്കും. ഈ എയർപോർട്ട് അപകടം നിറഞ്ഞതാവാൻ കാരണം ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെയാണ്. വലിയ മലകൾക്കുള്ളിൽ ചെറിയൊരു റൺവേ മാത്രമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല, ഒരു ഭാഗം ചുമര് പോലെ ഉയർന്നതും മറുഭാഗം വലിയ ആഴമുള്ള കൊക്കയുമാണ്. ഒരിക്കൽ റൺവേയിൽ ഇറങ്ങാൻ ശ്രമിച്ചാൽ പിന്നെ തീർച്ചയായും ഇറക്കിയിരിക്കണം. ഗോ അറൗണ്ട് എന്ന 2ാം ശ്രമം ചുറ്റും മലനിരകളുള്ളതിനാൽ ഇവിടെ നടക്കില്ല. 2008 ഒരു അപകടത്തിൽ യെട്ടി എയർലൈൻസ് എന്ന വിമാനം റൺവേ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മലയിലോട്ട് ഇടിച്ചു കയറുകയും പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ യാത്രക്കാരും മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രത്യേകം പരിശീലനം ലഭിച്ച പൈലറ്റുകാർക്ക് മാത്രമേ ഇവിടെ ഇറക്കാൻ അനുമതിയുള്ളൂ. നമ്മൾ ലിസ്റ്റിൽ 2ാമത് നിൽക്കുന്നത് പ്രിൻസസ് ജൂലിയാന ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മൾ വടക്കൻ അമേരിക്കൻ്റെയും തെക്കൻ അമേരിക്കൻ്റെയും നടുവിൽ നിന്നുള്ള കരീബിയൻ ഐലൻഡ്സാണ്, നല്ല അടിപൊളി ഐലൻഡ്സ്. ആ ഐലൻഡ്സിലുള്ള സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലുള്ള ഒരു എയർപോർട്ടാണത്. അതൊന്ന് കണ്ടോക്കി നോക്കുക. തെക്കൻ അമേരിക്കയുടെയും വടക്കൻ അമേരിക്കയുടെയും നടുവിലായി നിലനിൽക്കുന്ന കരീബിയൻ ദ്വീപിലെ സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലാണ് ഈ എയർപോർട്ട് നിലനിൽക്കുന്നത്. പ്രശസ്തമായ മഹോ ബീച്ചിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ എയർപോർട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്നാൽ അതിനേക്കാൾ അപകടമേറിയതാണ് അവിടെയുള്ള യാത്രയും അവിടെയുള്ള സഞ്ചാരവും. ഒരുപാട് വിനോദസഞ്ചാരികളാണ് ദിവസേന മഹോ ബീച്ചിലെത്തുന്നത്. വിമാനം റൺവേയിലോട്ട് ഇറങ്ങുമ്പോഴും ഉയരുമ്പോഴും അവിടെയുണ്ടാകുന്ന ശക്തമായ കാറ്റ് കാരണം ബീച്ചിൽ നിൽക്കുന്നവരെല്ലാം കടലിലേക്ക് വീഴുകയാണ് പതിവ്. ഇത് മരണത്തിന് വരെ കാരണമാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. കടലിലോട്ട് മറിഞ്ഞു വീഴുന്ന സഞ്ചാരികളിൽ പലരും മരണപ്പെടുന്നു. ഇത് തന്നെയാണ് ഈ എയർപോർട്ടിനെ അപകടകരമായ എയർപോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളെല്ലാം കേട്ട് കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോ എയർപോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ ഒരു എയർപോർട്ടുണ്ട്, അത് നമ്മുടെ പോർച്ചുഗലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്, മഡീര എന്ന് പറയുന്നൊരു ദ്വീപ്. ആ ദ്വീപിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പേരിലുള്ള ഈ എയർപോർട്ടിനെ കുറിച്ച് നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെയാണ് തൂണുകൾ കൊണ്ട് ഒരു പാലം നിർമ്മിച്ച് റൺവേക്ക് നീളം കൂട്ടുക എന്ന ഒരു തീരുമാനത്തിലെത്തുന്നത്. മാത്രവുമല്ല, ശക്തമായി വീശുന്ന കാറ്റ് തന്നെയാണ് ഈ റൺവേയെ അപകടം നിറഞ്ഞാക്കുന്നത്. എന്തായാലും ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടായി മെഡീര എയർപോർട്ട് അറിയപ്പെടുന്നു. നമ്മൾ ലിസ്റ്റിൽ അടുത്തായിട്ട് വരുന്നത് പാരോ എയർപോർട്ടാണ്, അത് ഭൂട്ടാൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതിന് ചുറ്റും രാജ്യങ്ങളുമാണ്. എന്നാൽ ആ ഹിമാലയത്തിൻ്റെ കറക്റ്റ് നടുക്കാണ് ഭൂട്ടാൻ വന്ന് വിട്ടേക്കുന്നത്. വെറും മലനിരകൾ മാത്രം, വെറും കാടുകൾ മാത്രം.
പേരോ എയർപോർട്ട് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ, ഞാൻ ഇതുവരെ പറഞ്ഞതിനേക്കാളും ഏറ്റവും അപകടം നിറഞ്ഞ ഒരു എയർപോർട്ടാണ് പേരോ എയർപോർട്ട്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടാക്കി നോക്കി. ലോകത്ത് വെറും 20 പൈലറ്റുകൾക്ക് മാത്രം വിമാനമിറക്കാൻ അനുമതിയുള്ള ഒരേ ഒരു എയർപോർട്ടാണ് ഭൂട്ടാനിലുള്ള പേരോ എയർപോർട്ട്. സാധാരണഗതിയിൽ റഡാറിൻ്റെ ഉപയോഗം മൂലമാണ് ഒരു വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ പേരോ എയർപോർട്ടിൽ മാനുവൽ മോഡിലാണ് ലാൻഡ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വീടിൻ്റെ മേൽക്കൂരയും മലനിരകളിലുള്ള ചില അടയാളങ്ങൾ നോക്കിയാണ് വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അവിടെ എയർപോർട്ട് ഉണ്ടെന്ന് പോലും പെട്ടെന്ന് മനസ്സിലാവില്ലത്രേ. പകൽ സമയത്ത് മാത്രം ലാൻഡിംഗ് അനുവദിച്ച ഈ എയർപോർട്ടിൽ ചെറിയൊരു മേഘം വന്നാൽ വിമാനത്തെ തിരിച്ചുവിടും. 2, 3, 4 തവണ ശ്രമിച്ചതിന് ശേഷം മാത്രമേ ലാൻഡിംഗ് അനുവദിക്കുകയുള്ളൂ. 18,000 അടി ഉയരത്തിൽ പറന്നു വരുമ്പോൾ പൈലറ്റിന് മലനിരകൾ കാരണം റൺവേ കാണാൻ പറ്റില്ലത്രേ. അടുത്തെത്തിയാൽ പോലും റൺവേ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ചില അടയാളങ്ങൾ നോക്കിയും ചില മേൽക്കൂരകൾ നോക്കിയും മാത്രമാണ് അത് എയർപോർട്ടാണ്, ലാൻഡിംഗ് ഏരിയ എത്തിയെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ അടുത്തായിട്ട് വരുന്നത് ജിബ്രാൾട്ടർ എയർപോർട്ടാണ്. ജിബ്രാൾട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും. ജിബ്രാൾട്ടറിലെ കടലൊടുക്ക്. ബ്രിട്ടൻ്റെ ഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ജിബ്രാൾട്ടർ. അതിന് ചുറ്റും കടലാണ്, വെറും വെള്ളം മാത്രം. ജിബ്രാൾട്ടർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ റെയിലും റോഡ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ട്രെയിൻ പോകാൻ സജ്ജീകരണം ഒരുക്കാറുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ജിബ്രാൾട്ടർ എയർപോർട്ടും. ഇവിടെ നമ്മുടെ റൺവേയുടെ നേരെ കുറുകെയാണ് റോഡ് വരുന്നത്. അത് വലിയൊരു ഹൈവേ. അപ്പോൾ എന്നാലും വിമാനം വരുന്നതിൻ്റെ 5-10 മിനിറ്റ് മുമ്പ് റോഡ് ക്ലോസ് ചെയ്യും, എന്നിട്ട് വിമാനം വന്നിറങ്ങും. ഇവിടെ ഇതിനു മുമ്പ് 2-3 വർഷം ചെറിയൊരു അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മദ്യപിച്ച് ഒരാൾ വാഹനം ഓടിച്ചു വരികയും വിമാനത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഭയങ്കര അപകടം നിറഞ്ഞ ഈ എയർപോർട്ട് എന്തായാലും ഇത് ലോകത്തെ അപകടം നിറഞ്ഞ എയർപോർട്ട് ലിസ്റ്റിൽ ആദ്യ 5-ൽ ഉൾപ്പെടും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റിൽ കുത്തി ഞാനായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയം വരുന്നതായിരിക്കും, പുതിയൊരു കണ്ടൻറ്റായി വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ചാനലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്, ചിലവില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ബൈ.